കർത്താവേ, മെയ് 11 തീയതിയാണെന്ന്. മെയ് മാസം 11 തീയതി ഞായറാഴ്ച അങ്ങനെ മക്കളുടെ ദിവസം കർത്താവേ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ ഭയത്തോടും ഭവ്യതയോടും കൂടി അങ്ങയുടെ ദിവസത്തെ ആചരിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം ഈശോയെ. കർത്താവെ, ദൈവപൈതന്മാർ ഈ ഭൂമിയിൽ ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ ഞായറാഴ്ച എങ്ങനെയാണ് ഉപയോഗിക്കുക? പണ്ട് പരസ്നേഹ പ്രവൃത്തികളും ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ഞായറാഴ്ച ജീവിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചയാണ് എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസം. അപ്പം അങ്ങനെ പ്രാക്കപ്പെട്ട കുടുംബത്തെ പ്രാക്കപ്പെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണതും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ നാശം പിടിച്ചൊരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നതാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല. പക്ഷേ എല്ലാ പാപികളും അവർ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയുണ്ട്. പിന്നെ വീട്ടിൽ നിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുമുണ്ട്. എന്നാലും ശരി, നീ അവിടെ നിൽക്കണം, കുറച്ച് നിൽക്കണത്രയും കാലം നീ നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്ന് ബോധം നിനക്കുണ്ടാവണം. കർത്താവെ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവർ, വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തരും പോകാൻ പറ്റാത്ത, ഇങ്ങനെ കാണാത്ത കര കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പം ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെങ്കിലും ചത്താൽ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെയ്ത് പെറുക്കിയും അതുപോലെ തന്നെ പൊറുത്തും പല്ലുകടിയും കരച്ചിലും കാണിച്ചുകൊണ്ട് കർത്താവിനെ മറത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ, അവിടെ എല്ലാം ഞായറാഴ്ച കർത്താവിൻ്റെ കൃപയിൽ ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ.